പല സഹോദരിമാരും സഹോദരന്മാരും പ്രയാസപ്പെടുന്ന വിഷയമാണ് മാരകമായ ഊരവേദന, പ്രയാസപ്പെടുന്ന രീതിയിലുള്ള ഊരവേദന എന്നുള്ളത്. ഇത് മാറിക്കിട്ടാൻ പല ചികിത്സകൾ നടത്താറുണ്ട്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദിക്റുണ്ട്. ഈ ദിക്റൊന്ന് പരീക്ഷിച്ച് നോക്കൂ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിനു ശേഷം അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു എന്ന ദിക്ർ 7 തവണ ഓതി ഊരവേദനയുള്ള ആ സ്ഥലത്ത്, വേദനിക്കുന്ന ഭാഗത്ത് നന്നായി ഒഴിഞ്ഞു കൊടുക്കുക, തടവി കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഊരവേദന മാറും എന്നാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വേദനകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും നമ്മെല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശക്തമായ പല്ലുവേദനയുണ്ടായി. ശക്തമായ പല്ലുവേദനയുണ്ടായപ്പോൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഫാത്തിമ പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലാതെ പല്ല് വേദനിക്കുന്നുണ്ട്, ഇതൊന്ന് മാറിക്കിട്ടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ എടുത്തുകൊണ്ട് ഫാത്തിമ ബീവിയുടെ വായിലെ ആ വേദനിക്കുന്ന പല്ലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. വലത് കൈയിൻ്റെ ചൂണ്ടുവിരലെടുത്തുകൊണ്ട് ഫാത്തിമ ബീവിയുടെ വായിലെ ആ വേദനിക്കുന്ന പല്ലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ചൊല്ലി, ബിസ്മില്ലാഹി വബില്ലാഹി അസ്അലുക ബിഇസ്സത്തിക വജലാലിക വഖുദ്റതിക അലാ കുല്ലി ഷൈഇൻ ഫഇന്ന മറിയമ ലം തലിദ് ഗൈറ ഈസ മിൻ റൂഹിക വകലിമതിക അൻ തക്ഷിഫ മാ തൽഖാ ഫാത്തിമത്തു ബിൻതു ഖദീജ മിൻ ദർരി കുല്ലി. ഈ ദിക്ർ ചൊല്ലി ഒന്നുകൂടെ ചൊല്ലിത്തരാം. ബിസ്മില്ലാഹി വബില്ലാഹി അസ്അലുക ബിഇസ്സത്തിക വജലാലിക വഖുദ്റതിക അലാ കുല്ലി ഷൈഇൻ ഫഇന്ന മറിയമ ലം തലിദ് ഗൈറ ഈസ മിൻ റൂഹിക വകലിമതിക അൻ തക്ഷിഫ മാ തൽഖാ ഫാത്തിമത്തു ബിൻതു ഖദീജ മിൻ ദർരി കുല്ലിഹി. ഈ ദിക്ർ ചൊല്ലി എന്നാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ, വല്ലാതെ പല്ലുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്തിൽ എന്ത് ചെയ്യാറിയോ? നമ്മുടെ ചൂണ്ടുവിരലിലെടുക്കുക. വലത് കൈയിൻ്റെ ചൂണ്ടുവിരലെടുത്തിട്ട് നമ്മുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ആ പ്രയാസമുള്ള സ്ഥലത്ത്, പല്ലുവേദനയുള്ള സ്ഥലത്ത് ഇങ്ങനെ വിരൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ദിക്ർ ചൊല്ലുക, ബിസ്മില്ലാഹി വബില്ലാഹി അസ്അലുക ബിഇസ്സതിക വജലാലിക വഖുദ്റതിക അലാ കുല്ലി ഷൈഇൻ ഫഇന്ന മറിയമ ലം തലിദ് ഗൈറ ഈസ മിൻ റൂഹിക വകലിമതിക അൻ തക്ഷിഫ മാ തൽഖാ ഫാത്തിമത്തു ബിൻതു ഖദീജ മിൻ ദുർരി കുല്ലിഹി. ഇത് നമ്മുടെ മക്കളാകുമ്പോൾ ഫാത്തിമത്തു ബിൻതു ഖദീജ എന്നുള്ള സ്ഥലമുണ്ടല്ലോ, ഈ ഫാത്തിമത്തു ബിൻതു ഖദീജ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മകളുടെ പേരും മകളുടെ ഉമ്മയുടെ പേരും, ഫാത്തിമയുടെ ഉമ്മൻ്റെ പേര് എന്താണ്? ഖദീജ. അപ്പം നമ്മുടെ മകളുടെ പേര് റുഖിയ എന്നാണ്, ഉമ്മേൻ്റെ പേര് ഫാത്തിമ എന്നാണെങ്കിൽ റുഖിയത്ത് ബിൻത് ഫാത്തിമ. അല്ലെങ്കിൽ നമ്മുടെ മകളുടെ പേര് സൈനബ എന്നാണ്, മകളുടെ ഉമ്മയുടെ പേര് ഖദീജ എന്നാണ്. അപ്പോൾ സൈനബ ബിൻത് ഖദീജ അങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ വേദന ശിഫയായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.